നമസ്കാരം. വെറുതെ കുറച്ചു നേരം നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ടിരുന്ന് പോവാം എന്നുള്ളൊരു വിചാരത്തിൽ. അപ്പോൾ സംസാരിക്കാൻ എന്താണ് വിഷയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് ജോലിയല്ലേ നമുക്കെല്ലാവർക്കും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന നല്ലൊരു വരുമാനം, സ്ഥിരമായിട്ടുള്ളൊരു വരുമാനം ലഭിക്കുക. അതിൽ നിന്ന് നമ്മൾ ചെറുപ്പം തൊട്ടേ കണ്ടെത്തുന്ന സ്വപ്നങ്ങൾ സഫലീകരിക്കുക. നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങൾ കണ്ടെത്തുന്നതിന് മനുഷ്യരുടെ ജീവിതത്തിൽ എന്താ വേണ്ടത്? കുറച്ച് എന്തെങ്കിലുമൊക്കെ സമ്പത്തില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്ഥിരമായിട്ടുള്ളൊരു വരുമാനം, അപ്പോൾ അതൊരു സർക്കാർ സർവീസിൽ തന്നെയാണെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ ജോബ് സെക്യൂരിറ്റി അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം, നിങ്ങളുടെ കൂടെ ഇരുന്ന് സംസാരിക്കാം, നമുക്ക് ഒരുമിച്ചിരുന്ന് അത് ചെയ്യാം. ടുഗദർ വി ക്യാൻ, അല്ലേ? നമുക്കത് ടുഗദർ വി മേക്ക് ഇറ്റ് പോസിബിൾ. അപ്പോൾ നമ്മളത് എല്ലാം ഇത് ചെയ്യാണ്, പോസിബിളാക്കാൻ ശ്രമിക്കുകയാണ്. ഓരോരുത്തരായിട്ട് ആരംഭിച്ച പത്രങ്ങൾ നോക്കാം. ആദ്യം നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജി ആരംഭിച്ച പത്രമാണ് യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, ഹരിജൻ, നവജീവൻ. യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, ഹരിജൻ, നവജീവൻ. അപ്പോൾ നമ്മൾ യങ് ഇന്ത്യ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് തുടക്കമാണ്. അടുത്ത് ഇന്ത്യൻ ഒപ്പീനിയൻ, യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, ഹരിജൻ, നവജീവൻ. ഇവയാണ് ഗാന്ധിജി ആരംഭിച്ച പത്രം. നമ്മൾ യങ് ഇന്ത്യ പറഞ്ഞില്ല, ഇവിടെ ചെറിയൊരു മാറ്റം വരുത്തിയ ന്യൂ ഇന്ത്യ നോക്കി. അപ്പോൾ ന്യൂ ഇന്ത്യ ആരംഭിച്ചത് ആനി ബസന്റാണ്. ആനി ബസന്റ് ന്യൂ ഇന്ത്യ കോമൺവെൽത്ത്. നെഹ്റു ആരംഭിച്ചൊരു പത്രമാണ് നാഷണൽ ഹെറാൾഡ്. ഏതാണ്? നാഷണൽ ഹെറാൾഡ്. അതാരംഭിച്ചത്? നെഹ്റു. അപ്പോൾ നമ്മൾ 3 എണ്ണം പറഞ്ഞു. എന്തു പറഞ്ഞേ? ഗാന്ധിജി യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, ഹരിജൻ, നവജീവൻ. യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, ഹരിജൻ, നവജീവൻ. അടുത്തതോ ആനി ബസന്റ് ന്യൂ ഇന്ത്യ കോമൺവെൽത്ത്. നെഹ്റു നാഷണൽ ഹെറാൾഡ്. അപ്പോൾ നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്നത് കുറച്ചൊരു മാറ്റം വരുത്തി. ഡെക്കാൾ ഹെറാൾഡ് എന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ചതെന്ന് വെച്ചാൽ അത് KN ഗുരുസ്വാമിയാണ്. ഡെക്കാൾ ഹെറാൾഡ് ആരംഭിച്ചത് ആരാണ്? KN ഗുരുസ്വാമിയാണ്. മനസ്സിലായോ? ഇനി അടുത്തത് ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകൻ ആരംഭിച്ചത് മറാത്ത, കേസരി എന്നീ 2 പത്രങ്ങളാണ്. അതിൽ മറാത്ത ഇംഗ്ലീഷ് ഭാഷയിലും കേസരി മറാത്തി ഭാഷയിലുമാണ് തുടങ്ങിയത്. ഇനി അടുത്തത് മറാത്ത കേസരി എന്നറിയപ്പെടുന്നതും ആരാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? അത് ബാലഗംഗാധര തിലകനാണ്. അപ്പം മറാത്ത, കേസരി എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലകൻ. മറാത്ത കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലകൻ. മനസ്സിലായല്ലോ? ബോംബെ ക്രോണിക് എന്ന് പറയുന്നൊരു പത്രമുണ്ട്. ബോംബെ ക്രോണിക്. ആ ബോംബെ ക്രോണിക് എന്ന് പറയുന്ന പത്രം ആരംഭിച്ചത് ഫിറോസ് ഷാ മേത്തയാണ്. ബോംബെ ക്രോണിക് എന്ന് പറയുന്ന പത്രം ആരംഭിച്ചത് ഫിറോസ് ഷാ മേത്ത. ബോംബെ ക്രോണിക് ബാച്ചുലർ എന്നൊക്കെ ഓർത്താൽ മതി. അപ്പോൾ ക്രോണിക് ബാച്ചുലർ ആരാ? ഫിറോസ് ഷാ മേത്ത എന്ന് റിലേറ്റ് ചെയ്യും. അപ്പോൾ ബോംബെ ക്രോണിക്, ഫിറോസ് ഷാ മേത്ത. അടുത്തതോ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ഷോം പ്രകാശ്. ഈശ്വരൻ എന്നൊക്കെ പറയുന്നിടത്തൊരു പ്രകാശമൊക്കെ ഇല്ലേ? അപ്പം ഷോം പ്രകാശ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ഷോം പ്രകാശ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആരാണ്? ആരംഭിച്ച പത്രം ഏതാണ്? ഷോം പ്രകാശ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ ഗാന്ധിജി യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, ഹരിജൻ, നവജീവൻ. ആനി ബസന്റ് ന്യൂ ഇന്ത്യ കോമൺവെൽത്ത്. ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രം ഏതാ? നാഷണൽ ഹെറാൾഡ്. ഡെക്കാൾ ഹെറാൾഡ് ആരംഭിച്ചത് KN ഗുരുസ്വാമി. ബാലഗംഗാധര തിലകനാണ് മറാത്ത, കേസരി എന്നീ പത്രങ്ങൾ ആരംഭിക്കുന്നത്. അതിൽ മറാത്ത ഇംഗ്ലീഷ് ഭാഷയിലും കേസരി മറാത്തി ഭാഷയിലുമാണ്. മറാത്ത കേസരി എന്നറിയപ്പെട്ടത് ബാലഗംഗാധര തിലകനാണ്. ഇനി ബോംബെ ക്രോണിക് എന്ന് പറയുന്ന പത്രം ആരംഭിച്ചത് ഫിറോസ് ഷാ മേത്തയാണ്. പിന്നെ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ഷോം പ്രകാശ് എന്ന പത്രം ആരംഭിച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് പത്രങ്ങളെ പറ്റിയും അവരുടെ സ്ഥാപകരെ പറ്റിയൊക്കെ ഒന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞ് അത്യാവശ്യം എല്ലാ ഏരിയകളിൽ നിന്നും നമ്മൾ കുറേശ്ശെ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് പിടികിട്ടും. അങ്ങനെ പതുക്കെ നമുക്ക് നമ്മൾ പറഞ്ഞ് ടുഗദർ വി മേക്ക് ഇറ്റ് പോസിബിൾ എന്ന് നമ്മുടെ പ്രധാനമായിട്ടുള്ള ആ ഒരു യാഥാർത്ഥ്യം സഫലീകരിക്കുകയും ചെയ്യുമെന്നാണ് തോന്നുന്നത്.